ലോകത്തിലെ ഏറ്റവും ധനികമായ രാജ്യമായ ലക്സംബർഗിൽ 15,000-ഓളം മുസ്ലിങ്ങൾ താമസിക്കുന്നു. പണ്ടുകാലത്ത് വളരെ കുറച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമേ ലക്സംബർഗിൽ എത്തിച്ചേരാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ യുഗോസ്ലാവിയയിലെ ആഭ്യന്തര യുദ്ധം കാരണം ധാരാളം അഭയാർത്ഥികൾക്ക് ലക്സംബർഗ് സംരക്ഷണം നൽകി. അങ്ങനെയാണ് ബോസ്നിയ വംശത്തിൽപ്പെട്ട യുഗോസ്ലാവിയക്കാർ ധാരാളമായി ലക്സംബർഗിൽ എത്തിച്ചേർന്നത്. പിന്നീട് അൽബാനിയ, കൊസവോ, സെർബിയ, മോണ്ടിനിഗ്രോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ ലക്സംബർഗിൽ അഭയം തേടി. അടുത്ത കാലത്തായി ലക്സംബർഗും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമായി തൊഴിലാളികളെ കൈമാറുന്ന ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം മുസ്ലിം തൊഴിലാളികളും ലക്സംബർഗിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ലക്സംബർഗിൽ താമസിക്കുന്നത് ബോസ്നിയക്കാരാണ്. അതുപോലെ മൊറോക്കോക്കാരും അൽബാനിയക്കാരും ഇവിടെയുണ്ട്. ടുണീഷ്യക്കാരും അൾജീരിയക്കാരും ഇറാനിയൻസും ഇവിടെയുണ്ട്. ഇപ്പോൾ ലക്സംബർഗിൽ 6 മുസ്ലിം പള്ളികളുണ്ട്. ഏറ്റവും വലിയ പള്ളി ലക്സംബർഗ് നഗരത്തിലെ മാമർ പള്ളിയാണ്. ഇവിടെ ഒരു ഇസ്ലാമിക് കൾച്ചറൽ സെന്ററുമുണ്ട്. 1000-ഓളം വിശ്വാസികൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇവിടെ പങ്കെടുക്കുന്നു. പള്ളിയിലെ മതപ്രസംഗം അറബിക് ഭാഷയ്ക്ക് പുറമെ ഫ്രഞ്ച്, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും നടത്താറുണ്ട്. അതിന് കാരണം ധാരാളം ലക്സംബർഗുകാർ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തതുകൊണ്ടാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും പോലെ തുർക്കിയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ധാരാളമായി ലക്സംബർഗിൽ താമസിക്കുന്നുണ്ട്. 1000-ഓളം തുർക്കി വംശജർ ലക്സംബർഗിൽ പൗരത്വം നേടിയിട്ടുണ്ട്. 7 വർഷം മുമ്പ് തുർക്കിയിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലക്സംബർഗിൽ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ടായിരുന്നു. ഇവിടെ 10,000-ഓളം തുർക്കിക്കാർ വോട്ട് ചെയ്തു. തൊട്ടടുത്ത രാജ്യങ്ങളിലുള്ള തുർക്കിക്കാർ സൗകര്യം നോക്കി ലക്സംബർഗിൽ വന്ന് വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയധികം വോട്ടർമാർ ഇവിടെ എത്തിപ്പെട്ടത്. ലക്സംബർഗിൽ 300-ഓളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. കൂടുതൽ ആളുകളും ആർസിനോൾ മിറ്റൽ എന്ന ഉരുക്ക് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഉരുക്ക് കമ്പനിയുടെ ഇന്ത്യയിലെ ബ്രാഞ്ചിന് JSW സ്റ്റീൽ എന്നറിയപ്പെടുന്നു. ലക്സംബർഗിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ന്യൂഡൽഹിയിലെ എംബസിയിൽ നിന്ന് വിസ എടുക്കാവുന്നതാണ്. ടൂറിസ്റ്റ് വിസയും എംപ്ലോയ്മെന്റ് വിസയും ഇവിടെ നിന്ന് നൽകാറുണ്ട്. ലോധി കോളനിയിലെ ജോർബാഗ് റോഡിലാണ് ലക്സംബർഗിന്റെ എംബസി. ലക്സംബർഗ് ഇത്രയധികം സമ്പത്ത് ഉണ്ടാക്കിയത് ബാങ്കിംഗ് വ്യവസായത്തിലെ പുരോഗതി കൊണ്ടാണ്. കള്ളപ്പണം സൂക്ഷിക്കുവാനുള്ള സൗകര്യം ഈ രാജ്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ പോലെ ലോകത്തിലെ കോടീശ്വരന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും അഭയകേന്ദ്രമാണ് ലക്സംബർഗ്. ചെറിയ രാജ്യം വലിയ സമ്പാദ്യം എന്നാണ് ലക്സംബർഗിന്റെ മുഖമുദ്ര. ലക്സംബർഗിൽ ശമ്പളം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ധാരാളം യൂറോപ്യൻസ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. അയൽരാജ്യങ്ങളായ ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ ധാരാളമുണ്ട്. രാവിലെ വന്ന് വൈകുന്നേരം പോകുന്നവരെയും ഇവിടെ കാണാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ലക്സംബർഗിൽ പ്രവേശിക്കാൻ വിസ ആവശ്യമില്ല. ധാരാളം ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പൗരത്വമുള്ളതുകൊണ്ട് അവരും ഇത്തരത്തിൽ ലക്സംബർഗിൽ പ്രവേശിക്കുകയും ജോലി ചെയ്ത് കാശുണ്ടാക്കുകയും ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയന് 4 രാജ്യങ്ങളിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് ലക്സംബർഗിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം ഇവിടെയാണ്. ലക്സംബർഗിലെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ജർമ്മൻ ഭാഷയുമാണ്. കണ്ണൂർ ജില്ലയോളം വലിപ്പമുള്ള ചെറിയൊരു രാജ്യമാണ് ലക്സംബർഗ്. ഏകദേശം 50 കിലോമീറ്റർ നീളവും 50 കിലോമീറ്റർ വീതിയും ഉണ്ടാകും. 6 ലക്ഷം ജനങ്ങൾ ലക്സംബർഗിൽ താമസിക്കുന്നു. മനോഹരമായ കുന്നിൻ പ്രദേശങ്ങളുള്ള ഒരു രാജ്യമായതുകൊണ്ട് ടൂറിസ്റ്റുകളെ കണ്ടമാനം ആകർഷിക്കുന്നു. യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ലക്സംബർഗിൽ ധാരാളമുണ്ട്. ചെറിയ രാജ്യമാണെങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് തുല്യമായ സ്റ്റാറ്റസ് ആണ്. വോട്ടിംഗ് അധികാരമുണ്ട്. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും മെമ്പർഷിപ്പുമുണ്ട്. ലക്സംബർഗിലെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ബാങ്കിംഗ് മേഖലയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ഉരുക്ക് നിർമ്മാണവും ചെറുകിട വ്യവസായവും ഇവിടെയുണ്ട്. യൂറോപ്പിന്റെ ഗ്രീൻ ഹാർട്ടായി ലക്സംബർഗ് അറിയപ്പെടുന്നു. ഫാക്ടറി കോമ്പൗണ്ടുകളും ബാങ്കുകളും മാത്രമല്ല ധാരാളം കൃഷിഭൂമിയും ഇവിടെയുണ്ട്. കൃഷിക്ക് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ലാഭകരമായി ലക്സംബർഗുകാർ കണ്ടെത്തിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. ധാരാളം വൈൻ തോട്ടങ്ങളുമുണ്ട്. ഡ്രൈ വൈറ്റ് വൈനാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ലക്സംബർഗിലെ നഗരപ്രദേശങ്ങളിൽ രൂക്ഷമായ പാർക്കിംഗ് പ്രശ്നങ്ങളുണ്ട്. എല്ലാ വീട്ടിലും 4ഉം 5ഉം കാറുകൾ ഉള്ളതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് സാധാരണമാണ്. ഇക്കാര്യം അഡ്രസ്സ് ചെയ്ത ഗവൺമെന്റ് ബസ്സുകളിലും ട്രാമുകളിലും തീവണ്ടികളിലും ടിക്കറ്റ് സൗജന്യമാക്കിയിട്ടുണ്ട്. എങ്കിലും അതുകൊണ്ട് വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നില്ല.
അനേക ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ലക്സംബർഗുകാർ സ്വന്തം കാറിൽ തന്നെ യാത്ര ചെയ്യാൻ നിർബന്ധം പിടിക്കുന്നു. ലക്സംബർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാരീസിലേക്ക് നേരിട്ട് തീവണ്ടി കിട്ടും. യൂറോ ആണ് ഇവിടുത്തെ കറൻസി. മനോഹരമായ കുന്നിൻ പ്രദേശങ്ങളും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും ലക്സംബർഗിനെ അറിയപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റിയിട്ടുണ്ട്. നിമ്നോന്നതമായ ഭൂപ്രകൃതി, അതായത് അണ്ടുലേറ്റിംഗ് ടെറൈൻ, ഈ രാജ്യത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.